ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോർഷെ മക്കാനാണ്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് വാട്ടർ എൻട്രി ആയിട്ടാണ്. അപ്പോൾ വാട്ടർ എൻട്രി ആയിട്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സൊക്കെ ഫോൾട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സൊക്കെ നമ്മൾ റിപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇന്നത്തെ കാണിക്കുന്നില്ല. വാഹനത്തിന് നിങ്ങൾക്ക് കാണാം, സ്റ്റിയറിങ്ങിൻ്റെ കവർ ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഫുള്ളായിട്ട് വാട്ടറാണുള്ളത്. അപ്പോൾ ഇതിപ്പം കുറച്ച് ദിവസമായി. അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് വാട്ടറായിട്ട് അതിൻ്റെ മൊഡ്യൂളും എല്ലാം ഇതിൻ്റെ സ്റ്റിയറിങ് ബോക്സോട് കൂടിയാണ് ഇതിൻ്റെ മൊഡ്യൂളൊക്കെ വരുന്നത്. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇത് മാറിക്കഴിഞ്ഞാൽ ഫോൾട്ട് പോകത്തില്ല. മാറിയതിന് ശേഷം അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് എല്ലാം തന്നെ എയർമാറ്റിക് സസ്പെൻഷനാണ്. 4 വീലിൽ എയർമാറ്റിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്രസറിൻ്റെ ലൊക്കേഷനും അതേമാതിരി തന്നെ അതിൻ്റെ വാൾവിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്രസർ, എയർമാറ്റിക് കംപ്രസറും അതേമാതിരി തന്നെ അതിൻ്റെ വാൾവും കിടക്കുന്നത് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അടിവശത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കവർ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതേമാതിരി തന്നെ വാട്ടർ എൻട്രി ആയ സമയത്ത് ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മസ്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അതേമാതിരി തന്നെ ചാർക്കോൾ കാനിസ്റ്ററും ഇവിടെ തന്നെയുണ്ട്, അതിൻ്റെ വാൾവ് ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 4 വീലിലും എയർ സസ്പെൻഷനാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ ടയർ പ്രഷറിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ ഇതിൻ്റെ അടിയിൽ വശത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വാട്ടർ എൻട്രി ആയിട്ടുള്ള വണ്ടിയൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിപ്പണിക്കാരൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ അടിയിലുള്ള കവർ, ഇതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു കവർ വരുന്നുണ്ട്. ആ കവർ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 4 വീലിലോട്ടുള്ള വാൾവും ഇവിടെ കാണാം. ഇത് കണ്ടല്ലോ. ഇനി നിങ്ങളുടെ വാഹനത്തിന് ഇതേമാതിരി വല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നല്ലൊരു വർക്ക്ഷോപ്പാണ് അബുദാബിയിലുള്ള ആര്യ പ്രീമിയം എന്ന് പറയുന്നത്. എല്ലാത്തരം വാഹനങ്ങളുടെയും മെക്കാനിക്കൽ ഡെൻറ്റിങ് വർക്കുകളെല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.